30 മുതൽ 40% വരെ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്ന ഒരു ബിസിനസ്സാണ് ഈ എഞ്ചിൻ ഓയിലിൻ്റെ ബിസിനസ്. ആക്സോൾ രണ്ട് കാര്യത്തിലാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. ഒന്ന് അതിൻ്റെ ക്വാളിറ്റി, രണ്ട് അതിൻ്റെ അഫോർഡബിൾ പ്രൈസ്. മിഡിൽ ഈസ്റ്റിലും സൗത്ത് ആഫ്രിക്കയിലും അവർ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള 20 ഇയേഴ്സിൻ്റെ പാരമ്പര്യമുള്ള കമ്പനിയാണ്. നിങ്ങളുടെ നാട്ടിൽ ഇനിയിപ്പോൾ ഓൾറെഡി എനിക്ക് ഫ്രാഞ്ചൈസി ആവശ്യമുണ്ട്, ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോപകുമാർ ടിപ്പിയാണ്. നമ്മൾ കഴിക്കുന്ന നല്ല ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് നല്ല ആരോഗ്യം ലഭിക്കുന്നത്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മിനറൽസും വിറ്റാമിൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നല്ല നമ്മുടെ ഓരോ കോശങ്ങൾക്കും ബലവത്തായിട്ട് മാറുന്നത്. നമ്മളുടെ ആരോഗ്യത്തിനെ കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് അറിയാം. വാട്ട് അബൌട്ട് എഞ്ചിൻസ്? നമ്മൾ ഉപയോഗിക്കുന്ന വെഹിക്കിൾസിൻ്റെ, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ എഞ്ചിൻ കേടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാഹനങ്ങൾ നമുക്ക് ഉപയോഗക്ഷമമായിട്ട് മാറും. എഞ്ചിനെ കാര്യക്ഷമമാക്കുന്ന, നമ്മൾ എഞ്ചിൻ്റെ ജീവശ്വാസം നിലനിർത്തുന്ന കാര്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും നല്ല എഞ്ചിൻ ഓയിൽ, നല്ല ലൂബ്രിക്കൻസും കാര്യങ്ങളൊക്കെയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഒരു നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറിയാലോ. അത്തരത്തിലുള്ള ഒരു നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കേരളത്തിനകത്ത് തന്നെയുള്ള വളരെ സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് എപ്പോഴും സ്ഥിര വരുമാനം ലഭിക്കുന്ന, എല്ലാ വർഷങ്ങളിലും വളരെ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെന്റിലാണ് നമ്മൾ ബിസിനസ് ഐഡിയ പറയാൻ പോകുന്നത്. ഒട്ടും താമസിക്കുന്നില്ല, വെൽക്കം ടു വീഡിയോ. ഞാനെന്ന് പറയാൻ പോകുന്നത് എഞ്ചിൻ ഓയിലിൻ്റെ ബിസിനസ്സാണ്. എഞ്ചിൻ ഓയിലിൻ്റെ ബിസിനസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, എഞ്ചിൻ ഓയിൽ എന്ന് പറഞ്ഞ ഒരു കൺസ്യൂമബിൾ പ്രൊഡക്റ്റാണ്, സ്ഥിരമായിട്ട് കൺസ്യൂം ചെയ്യുന്നതാണ്. വാഹനങ്ങൾ നമ്മൾ നിരത്തിലിറങ്ങി ഓടുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, എഞ്ചിൻ ഓയിൽ ഓരോ പീരിയോഡിക്കലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കണം. ലൂബ്രിക്കൻസിൻ്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതൊരു സൂപ്പർ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നമ്മളൊരു ബിസിനസ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ റീപർച്ചേസിങ് പവറുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് സ്ഥിരമായിട്ട് വരുമാനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇന്ന് നിങ്ങൾക്ക് അത്തരത്തിലുള്ള റീപർച്ചേസിങ് പവറുള്ള, കൺസ്യൂമബിൾ ആയിട്ടുള്ള, നമ്മുടെ നാട്ടിൽ സ്ഥിരമായി നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലോ ജില്ലയിലോ നമ്മുടെ ഏരിയയിലോ കവർ ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സുഗമമായിട്ടുള്ള ഒരു ബിസിനസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മറ്റൊന്നുമല്ല, എഞ്ചിൻ ഓയിലിൻ്റെ ബിസിനസ്. നമുക്ക് ഈ ബിസിനസിൻ്റെ സ്കോപ്പിനെ കുറിച്ച് നോക്കാം. അത്യാവശ്യം നല്ല പ്രോഫിറ്റ്, അതായത് 30 മുതൽ 40% വരെ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്ന ഒരു ബിസിനസ്സാണ് ഈ എഞ്ചിൻ ഓയിലിൻ്റെ ബിസിനസ്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നല്ല ബ്രാൻഡിനെ നമ്മൾ ചൂസ് ചെയ്യുന്നുള്ളതാണ് 100% നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നല്ല ബ്രാൻഡിനെ ചൂസ് ചെയ്യുന്നതിനുള്ള കാരണം ഞാൻ പറയാം. മിക്ക സമയങ്ങളിൽ ഇവിടെ നമ്മൾ കേരളത്തിനകത്ത് സംഭവിക്കുന്ന ഒരു പ്രവണത വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും വൈറ്റ് ലേബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എടുക്കും, അത് നമ്മൾ മാർക്കറ്റിൽ ഇറക്കും, മാക്സിമം ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കും. അതിനുശേഷം സെക്കൻഡ് റീപർച്ചേസിങ്ങിനോ രണ്ടാമത് ആ പ്രൊഡക്റ്റ് നോക്കിയാൽ ചിലപ്പോൾ ആ ബ്രാൻഡേ ഉണ്ടാവില്ല. നമുക്ക് ആ ബ്രാൻഡ് നമ്മളൊരു മാർക്കറ്റിലേക്ക് എത്തിച്ച വ്യക്തിക്ക് വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അങ്ങനത്തെ ഒരു ബ്രാൻഡ് ചിലപ്പോൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ബാരൽ കണക്കിനാണ് ഈ സാധനം വരുന്നത്. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് ആക്ച്വലി നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ഹോൾസെയിലായിട്ട് ടൈപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം ഒഴിവാക്കുകയും നമുക്ക് ഹൈ ക്വാളിറ്റിയിൽ സ്ഥിരമായിട്ട് നമുക്ക് കസ്റ്റമറിലേക്ക് കൊടുക്കുകയും നമുക്കൊരു ലോങ് ടേം റിലേഷൻ ഉണ്ടാക്കുകയും ലോങ് ടേം ബിസിനസ് ബിൽഡ് ചെയ്യാനും പറ്റും. അങ്ങനെ നിങ്ങളെ സഹായിക്കുന്ന ഒരു കേരളത്തിനകത്ത് തന്നെയുള്ള ഒരു ഒറിജിനൽ എഞ്ചിൻ ഓയിൽ മാനുഫാക്ചർ ആൻഡ് സപ്ലൈസ് ആൻഡ് എക്സ്പോർട്ടറിനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വന്നത്. കമ്പനിയുടെ പേര് അറേബ്യൻ ഗ്രീസ് ആൻഡ് ലൂബ്രിക്കൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇവരുടെ ബ്രാൻഡ്, ഇവരുടെ എഞ്ചിൻ ഓയിൽ ബ്രാൻഡാണ് ആക്സോൾ. വളരെയധികം ഫേമസ് ആയിട്ടുള്ള, നമ്മുടെ കേരളത്തിനകത്ത് ഇപ്പോഴും 5 വർഷമായിട്ട് സപ്ലൈ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉള്ള ഒരു കമ്പനിയാണ് ഏജിൽ എന്ന് പറഞ്ഞ കമ്പനിയും, അതേപോലെ തന്നെ ആക്സോൾ എന്ന് പറഞ്ഞ ബ്രാൻഡും. ഈ ബ്രാൻഡ് മറ്റ് ജില്ലകളിലേക്ക് ഒരു ഏരിയ വൈസ് ഒക്കെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കൊടുക്കുന്നുണ്ട്. ആ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ഞാൻ അറിയുകയും അത് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ സ്കോപ്പിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇവർ കൊടുക്കുന്ന ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജില്ലകളിലും ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ആവശ്യമുണ്ട്. ഒരു ജില്ലയാണെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ആവശ്യമുണ്ട്. നിങ്ങൾക്കൊരു മുനിസിപ്പാലിറ്റി ഡിസ്ട്രിബ്യൂട്ടറിന് ആവശ്യമുണ്ട്. ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അണ്ടറിലാണ് ഡീലേഴ്സ് വരിക. ഒരു ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അണ്ടറിൽ 150-200 ഡീലേഴ്സ് വരും. ഡീലേഴ്സ് എന്ന് പറയുന്നത് ഒരു ഗാരേജ് ആവാം, ഒരു വർക്ക്ഷോപ്പ് ആവാം, അങ്ങനെയുള്ള പല ടൈപ്പ് ആൾക്കാർ വരാം. ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് എന്ത് ചെയ്യാൻ ഡീലേഴ്സിന് പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. അത്യാവശ്യം 30-40% ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സാണ്. ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു. ഇവരൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് കേരളത്തിനകത്തും പുറത്തും എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒക്കെ ആഫ്രിക്ക പോലുള്ള കൺട്രീസിലൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ക്വാളിറ്റിയുള്ള ലൂബ്രിക്കൻസ് ആണ് ആക്സോൾ എന്ന് പറയുന്നത്. ആക്സോൾ രണ്ട് കാര്യത്തിനാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. ഒന്ന് അതിൻ്റെ ക്വാളിറ്റി, രണ്ട് അതിൻ്റെ അഫോർഡബിൾ പ്രൈസ്. ഇത് ഉണ്ടാക്കുന്നത് ഏറ്റവും ഹൈ ക്വാളിറ്റിയുള്ള വിർജിൻ ഓയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു പ്രൊഡക്റ്റ് സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3 എന്ന് പറഞ്ഞിട്ടുള്ള ബേസ് ഓയിൽസ് ആണ്. അപ്പോൾ അതാണ് പ്രൊഡക്റ്റിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റിയുള്ള കൺസ്യൂമബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ ഇവരുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് 2017 തുടങ്ങിയ സ്ഥാപനം ഇപ്പോഴും വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. കിൻഫ്രയിലാണ് ഇവരുടെ മാനുഫാക്ചറിങ് പ്ലാന്റ് വരുന്നത്. കോട്ടയത്താണ് ഇവരുടെ ഓഫീസ് വരുന്നത്, ഹെഡ് ഓഫീസ് വരുന്നത്. 2017 ഇവർ തുടങ്ങിയ സമയത്തുണ്ടായ ഡിസ്ട്രിബ്യൂട്ടർ
ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇപ്പോഴും അവരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. ഒരാൾ പോലും കൊഴിഞ്ഞു പോകാതെ വളരെ സസ്റ്റൈനബിൾ ആയിട്ട് ഇവർ കൊണ്ടുവന്നതുകൊണ്ടാണ് ഒന്നാമത് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് എപ്പോഴും ഡിമാൻഡ് ഒരു സിസ്റ്റം ഉണ്ടാക്കി ഡിമാൻഡ് ത്രൂ ഔട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ എന്ത് ചെയ്യുന്നു, നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ എപ്പോഴും സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിനകത്ത് നമ്മൾ പറഞ്ഞ മറ്റ് സംസ്ഥാനങ്ങളുടെ അടുത്ത് വൈറ്റ് ലേബൽ ചെയ്തതിന് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും, നാളെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 2 to 3 days എന്ത് ചെയ്യും, നമ്മൾ കേരളത്തിനകത്ത് തന്നെ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് വിത്തിൻ 2 to 3 days പറഞ്ഞ ഡേറ്റിൽ പ്രോംപ്റ്റ് ആയിട്ട് സാധനം എത്തുകയും കസ്റ്റമർ വിൽ ബി വെരി ഹാപ്പി. അപ്പോൾ നിങ്ങൾക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും. ഇനി ഇവർ ഞാൻ പറഞ്ഞു ഓരോ ജില്ലകളിലും തെക്കൻ ജില്ലകളിലൊക്കെ വളരെ നല്ല രീതിയിൽ ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. വടക്കൻ ജില്ലകളിലും അതേപോലെ തന്നെ കേരള, കർണാടക നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ കമ്പനി ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ഏരിയയിൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടോ, ഇനി അവൈലബിൾ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടോ എന്ന് പറയും. ഒരു മുനിസിപ്പാലിറ്റി വേണമെങ്കിൽ വേഴ്സസ് ഡിസ്ട്രിബ്യൂഷൻ എടുക്കാം, ഒരു പഞ്ചായത്ത് വേണമെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാം, ഒരു ജില്ല വേണമെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാം, 2 ജില്ലകൾ കൂടി മാസ്റ്റർ ഫ്രാഞ്ചൈസി നിലയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പിനുള്ള മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു ജില്ല മൊത്തമാണ് നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നെങ്കിൽ ഒരു 5 lakh rupees പ്രൊഡക്റ്റാണ് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് വാങ്ങിക്കേണ്ടത്. ഈ 5 lakh rupees പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു ഡിസ്ട്രിബ്യൂഷൻ സംബന്ധിച്ചിട്ട് ഒരു 200 square feet നിങ്ങൾ കീപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. ഇത് നിങ്ങൾ ഡീലേഴ്സ്, നിങ്ങൾ ചുറ്റുമുള്ള നിങ്ങൾക്ക് ഓരോ ഏരിയയിൽ നിങ്ങൾ പറഞ്ഞു ഒരു 1000 ഡീലേഴ്സ് നിങ്ങൾ അണ്ടറിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഓരോ ഏരിയയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു റൂട്ട് ഇടുന്നു അല്ലേ. അപ്പോൾ ആ റൂട്ട് ഇടുന്ന സമയത്ത് നിങ്ങൾ ഡേ 1 റൂട്ട് എയിലൂടെ പോകുന്നു, നിങ്ങൾ സാധനം സപ്ലൈ ചെയ്യുന്നു. ഡേ 2 നിങ്ങൾ റൂട്ട് ബിയിൽ പോകുന്നു, സാധനം സപ്ലൈ ചെയ്യുന്നു. നെക്സ്റ്റ് അങ്ങനെ അടുത്ത ആഴ്ച പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, നിങ്ങൾ സാധനം സപ്ലൈ ചെയ്യും, പേയ്മെൻറ്റ് കളക്ട് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൈക്കിളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള ബിസിനസ്സുകൾ, നിങ്ങളുടെ ഏരിയയിൽ ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള ബിസിനസ്സുകൾക്ക് തീർച്ചയായിട്ടും നമ്മൾ നല്ല രീതിയിൽ ഇൻസെൻറ്റീവ്സും കൊടുക്കണം, അവർക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കണം. അപ്പം നിങ്ങളുടെ ഏരിയയിൽ ബ്രാൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഏരിയയിൽ ഈ ബിസിനസ്സിന് ആക്സോൾ എന്ന് പറഞ്ഞ ബ്രാൻഡിന് കൂടുതൽ വിസിബിലിറ്റി കിട്ടാനും കൂടുതൽ കസ്റ്റമേഴ്സ് ചോദിച്ചു വരാനും വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് കൊളാട്രൽസ്, ബ്രാൻഡിങ് അതേപോലുള്ള കാര്യങ്ങളൊക്കെ കമ്പനി ചെയ്യുന്നതാണ്. അതായത് ഇവർക്കൊരു സ്ട്രാറ്റജി ഉണ്ട്. ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡീലറായി അതിനുശേഷം ഇവർ പറയുന്ന ഓരോ സ്റ്റെപ്പുകളും, കാരണം ഞാൻ പറഞ്ഞാൽ 5 വർഷം ഈ ഒരു കേരള ഫീൽഡിലുണ്ട്. അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലും സൗത്ത് ആഫ്രിക്കയിലും ആഫ്രിക്കയിലൊക്കെ ഈ ഒരു എക്സ്പോർട്ട് ചെയ്തിട്ട് 20 years പാരമ്പര്യമുള്ള കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഡയറക്റ്റായിട്ട് ഇവർക്ക് ഈ ഒരു ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന നിങ്ങൾക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് മാർക്കറ്റിലേക്ക് എത്തിക്കാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനും പറ്റും. നമ്മൾ പറഞ്ഞു ഒരുപാട് കുറേ ബ്രാൻഡ്സ് ഉണ്ടെങ്കിലും ക്വാളിറ്റിയും അഫോർഡബിൾ റേറ്റും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഏതൊരു മാർക്കറ്റിലും പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതുകൂടാതെ ഒരു മാർക്കറ്റിംഗ് സപ്പോർട്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നാട്ടിൽ സസ്റ്റൈനബിൾ ആയിട്ട് 30-40% ലാഭത്തിൽ നമുക്കൊരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. നമുക്ക് നല്ല രീതിയിൽ, കാരണം ഇതൊരു ഹ്യൂജ് വോളിയം ബിസിനസ്സാണ്. അപ്പോൾ അതിനനുസരിച്ച് ഹ്യൂജ് വോളിയം എന്താ ഗുണം, ആ വോളിയത്തിൻ്റെ 30%, ആ വോളിയത്തിൻ്റെ 40% ഒക്കെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും നല്ല രീതിയിൽ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിസിനസ് അവസരമാണ് ആക്സോൾ നമ്മുടെ എഞ്ചിൻ ഓയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ആക്സോളിൻ്റെ തന്നെ എഞ്ചിൻ ഓയിൽ എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ ഓയിൽസ് ഉണ്ട്, മറൈൻ ഓയിൽസ് ഉണ്ട്, ഏത് പ്രൊഡക്റ്റും ഇപ്പോൾ 2 wheelers ആണെങ്കിലും 3 wheelers ആണെങ്കിലും 4 wheelers ആണെങ്കിലും ട്രക്ക് ആണെങ്കിലും ബസ് ആണെങ്കിലും ഈവൻ മറൈൻ എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള എഞ്ചിൻ ഓയിൽസ് അതേപോലെ തന്നെ അതിൻ്റെ ലൂബ്രിക്കൻസ് ഒക്കെ ഈ ഒരു സെയിം ബ്രാൻഡിൻ്റെ അണ്ടറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് അത്രയും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള വൈഡ് വെറൈറ്റീസ് ഓഫ് ടോപ്പ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു ലോങ് ടേം റിലേഷൻ നമുക്ക് സ്ഥാപിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഗോൺ വൈ ഗുഡ് സൂപ്പർ ഡീൽ. അപ്പോൾ അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ടും ഈ ഒരു ഇവരുടെ ഫ്രാഞ്ചൈസി ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടും ഇനിയും കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ നാട്ടിൽ ഇനിയിപ്പോൾ ഓൾറെഡി എനിക്ക് ഫ്രാഞ്ചൈസി ആവശ്യമുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. 200 square feet നിങ്ങൾക്ക് പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്യും, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും പറ്റുകയും ചെയ്യും. ബ്രാൻഡിങ്ങിൻ്റെ കേസ് മാത്രമല്ല, അതേപോലെ തന്നെ ഇപ്പം 2 wheelers ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ്. 2 wheelersഉം 4 wheelers ഒക്കെ വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റിൽ എടുത്തിട്ട് അത് മാത്രം നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു രീതിയിലും എന്ത് ചെയ്യാൻ പറ്റും, ഒരു ചെയ്ത്. ഇനി ഗ്യാരേജസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇവരായിട്ട് ഡയറക്റ്റ് ടൈപ്പ് ഉണ്ടെങ്കിൽ അവർ അങ്ങനത്തെ അതിലുള്ളൊരു പ്രൊജക്റ്റ് തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വിത്തിൻ കമ്മിങ്, അപ്പോൾ അവരോട് ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ കമ്മിങ് മന്ത്സ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഞാൻ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയും കൂടെ പറഞ്ഞോട്ടെ. ഈ വീഡിയോ കണ്ടിട്ട് മാർച്ച് 30 തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് എടുക്കുന്ന ഒരു വ്യക്തിക്ക്, ഈ ഒരു ഫ്രാഞ്ചൈസി ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് എടുക്കുന്ന വ്യക്തിക്ക് ഡെഫിനറ്റ്ലി അവരൊരു ഓഫർ തരുന്നുണ്ട് വളരെ കുറഞ്ഞ റേറ്റിൽ. സാധാരണ അവർ കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പിനെക്കാട്ടും കുറച്ചും കൂടെ ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നുള്ളത് ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ഗോപകുമാറിൻ്റെ വീഡിയോ കണ്ടിട്ട് ആണ് ഞാൻ വിളിക്കുന്നതെന്ന് പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് 100% അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുള്ളത് ഞാൻ എൻഷുർ ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞത് വളരെ പീസ്ഫുള്ളായിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിസിനസ് അവസരമാണ്. ഈ ബിസിനസ് അവസരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക്
ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല ബിസിനസ് ഐഡിയ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.